ഹായ് ഗൈസ്, വെൽക്കം ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പം ഞാൻ ഇന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വെയിൽ കണ്ട് ഇറങ്ങിയതാ, പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല. നല്ല തണുപ്പുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമായി ഈ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ഈ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടില്ല. അല്ല, എന്നെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, വിൻ്റർ ആണല്ലോ. നടന്ന് എങ്ങടാ പോകണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള മാപ്പ് ഇടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴികൾ ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് എനിക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ 3 വർഷം ഞാൻ പഠിച്ചത് പോണ്ടിച്ചേരി ആയിരുന്നു. ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ കോളേജിലേക്കുള്ള വഴി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത്ര പരാജയമാണ് ഞാൻ ഈ വഴികൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തിരിച്ച് മാപ്പ് ഇടേണ്ടി വരും. ഹായ് ഗൈസ്, നമ്മുടെ ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. ഇത് തന്നെ വിളിച്ചു. ഞങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത് പോയി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് സ്കാൻ ചെയ്തിട്ട് വരാം. ഇത് അടുത്തുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇൻസെക്യൂരിറ്റി. ചിരിക്കരുത്, ഓക്കെ? ചിരിക്കരുത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേപ്പിൾസ് പോയപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഈ സ്റ്റേപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യുക, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. 12 മണിക്ക് അത് തുറക്കുള്ളൂ. യൂഷ്വലി 10 മണിയൊക്കെ ആകുമ്പോൾ തുറക്കാറില്ലേ? 8 മണിക്കാ? എന്തായാലും ഇന്ന് 12 മണിന്നാണ് കാണുന്നത്. അപ്പോൾ 12 മണിക്ക് വരാം. ഓ, ഒന്ന് ഞായറാഴ്ചയാണല്ലേ, ഞാൻ മറന്നു. മതിട്ടാ. അങ്ങനെ സ്റ്റേപ്പിൾസ് എന്താണോ എപ്ലാനുകളെല്ലാം പാളുകയാണല്ലോ. അല്ല, 12 മണിക്ക് തുറക്കുമല്ലോ. അപ്പോൾ 12 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇനി വീട്ടിൽ പോയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു വളരെ ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. ജസ്റ്റ് പാല്, മുട്ട, ബ്രെഡ്, ഇത് മാത്രമേ എനിക്ക് വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് പോവാണ്. മിതു എന്തോ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ച് ഒരു കണ്ടിന്യൂഷനായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ട്. അതാ പിന്നെ വോയിസ് ഓവർ ചെയ്ത്. വെറും 3 സാധനങ്ങൾ മാത്രം മേടിക്കാൻ വന്ന ഞാനാ. ഇത് നോക്ക്. ഞാൻ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ സ്നോ, നല്ല കാറ്റുമുണ്ട്. ഇത് സ്നോ പെയ്തുകൊണ്ടിരിക്കണോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ കേട്ടോ ഈ സ്നോ. അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മരയിച്ച് പോകും.
പുറത്തിതേ മഞ്ഞുണ്ട് കാറ്റും ഉണ്ട്. അപ്പം ഇനി ഞാനിന്ന് ചെറുതായിട്ട് ഈ മഞ്ഞിൽ നിന്നൊന്ന് നടക്കാൻ പോയിട്ട് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചു. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരിക്കില്ല. അങ്ങനെ ഞാനത് ആ പ്ലാൻ ഉപേക്ഷിച്ച് ഇനി ചെറുതായിട്ട് ചെറിയ ക്ലീനിങ് പരിപാടി, കുക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞു. ഈ വീക്കെൻഡ് എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നാളെ തൊട്ട് ജോലിക്ക് പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ.